നമ്മുടെ അതിഥി ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഗതം ചെയ്യുന്നു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനായി. സാർ രാവിലെ വരെ അഭിനന്ദിക്കാൻ പോയായിരുന്നു അല്ലേ? അതെ, നമ്മുടെ പീച്ചിലെ പിള്ളേരാണ്. കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം, അവർക്ക് എ ഗ്രേഡ് കിട്ടിയെന്നും പറഞ്ഞു. വളരെ സന്തോഷം. സാറ് തമിഴ്നാട്ടുകാരനാണ്. നമ്മള് എത്ര വലിയ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു ഭൂമികയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കലോത്സവത്തിന് വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ ഒരു നിറഞ്ഞ ഉത്സവമാണ് ഓരോ കലോത്സവം. അത് നമുക്ക് ഇത്രയും ഐറ്റങ്ങളൊക്കെ വേദിയിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതിന് ആ ഒരു മുഹൂർത്തത്തെ എങ്ങനെ കാണും? നമ്മൾ കലോത്സവം, സംസ്ഥാന കലോത്സവം ഒക്കെ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നടക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇത്രത്തോളം 25ഓളം വെന്യൂവിൽ ഇത്രത്തോളം കുട്ടികൾ പങ്കെടുത്തിട്ട് ഇപ്പം രാത്രി വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരാണ് പങ്കെടുത്ത കുട്ടികൾ. ഇവിടുത്തെ കാണാൻ വരുന്ന ആൾക്കാർ വലിയൊരു ജനക്കൂട്ടമാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. എല്ലാവരും ഒരു സന്തോഷവും. ഇവിടെ തന്നെ ഓരോ കലകളും പുതിയതായിട്ടുള്ള ഇത് കാണാനും സാധിക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ളത് ഇത് മംഗലം കളി തന്നെ ഞാൻ രാവിലെയാണ് കണ്ടത്, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സ്പോർട്സ് ഐറ്റംസ് ഒക്കെ വലിയ താല്പര്യം എന്നറിയാം. കലാപരമായിട്ട് സാറ് പാട്ട് പാടും എന്നൊക്കെ ഞാൻ കേട്ടു. അല്ല, കുറെ പേര് 2-3 ദിവസമായിട്ട് ശ്രമിപ്പിക്കുന്നുണ്ട്. ഇന്നൊന്ന് പാടുമോ? ഇല്ല, ഞാൻ സ്പോർട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് ആണോ? ഓക്കെ സാർ, അത് ഞങ്ങൾ കണ്ടു. വൈറൽ കട്ടൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് സാറിന് വേറെ എങ്ങനെ സാർ ഒരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇത്രയും കുട്ടികൾക്ക് ഒരു എൻകറേജ്മെന്റ് ആയിക്കോട്ടെ. കളക്ടർ വരെ പാട്ട് പാടും. സാർ, ഇതൊരു അപാരമായ എക്സ്പീരിയൻസ് ആണ്. ഒരു കലോത്സവം വരുന്നു, അതിന്റെ പിൻനിരയിൽ നിന്ന് അതിന് നേതൃത്വം നൽകുന്നു. അപ്പോൾ തൃശ്ശൂരേക്ക് അത് വരണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നു. ഒരു കളക്ടർ ആകുമ്പോൾ ആ കലോത്സവത്തിന്റെ ചുക്കാൻ പിടിക്കേണ്ട ഒരാൾ കൂടിയാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് തൃശ്ശൂരിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ എത്ര നാൾ മുമ്പ് ഇതിനുള്ള എക്സൈറ്റ്മെന്റോടുള്ള കാത്തിരിപ്പ് തുടങ്ങി? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് സ്വർണ്ണക്കപ്പ് കിട്ടിയായിരുന്നു. അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നത്. ആ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഒരു യോഗ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമ്മൾ കുട്ടികളായിട്ട് ചേർന്നിട്ട് അത് വാങ്ങിക്കാനുള്ള ഇതുണ്ടായി. അതിനുശേഷം സ്വർണ്ണക്കപ്പ് ഇവിടെയാണ്. പിന്നെ ഇതിനു മുമ്പ് തൃശ്ശൂർ ആണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ആഘോഷമാണെങ്കിലും ഏത് പുതിയ പരിപാടിയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരാണ്. എന്തായാലും നമ്മൾ സന്തോഷത്തോടെ നല്ല ഭംഗിയായിട്ട് നടത്തുമെന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ചേർന്നിട്ട് ഒരു ടീം വർക്കായിട്ട് ഇതുവരെ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇത്രയും പരിപാടിയൊക്കെ കണ്ടില്ലേ? അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പരിപാടികൾ. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ കാണണം എന്ന് തോന്നുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, ഈ പരിപാടികളുണ്ടോ ഇതിനകത്ത്? അത് ഈ ഡാൻസിൻ്റെ കുറേ ഡാൻസ് ഫോംസ് കുറേ ഉണ്ട്. ഇന്നലെ സംഘനൃത്തം കണ്ടായിരുന്നു, ഇതുപോലെ മംഗലം കളി കണ്ടായിരുന്നു. പിന്നെ ഓരോ വെന്യൂസിലെ അറേഞ്ച്മെൻറ്റ്സ് നോക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് കാണുന്നത്, ബാൻഡ് മേള നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഇവൻ്റായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സാർ ഏറ്റുവാങ്ങിയ സ്വർണ്ണക്കപ്പ് തേക്കിൻകാട് മൈതാനിയിലുണ്ട്. അതിന് വേറെ ജില്ലകൾക്കൊന്നും വിട്ടുകൊടുക്കാൻ പാവില്ല തൃശ്ശൂർകാർ പറയുന്നുണ്ട്. അതിന്റെ നേതൃത്വം അങ്ങ് വഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അത് ഉറപ്പാണ്. നമ്മുടെ വിട്ടുകൊടുക്കില്ല. അർത്ഥത്തിലുള്ള പ്രിപ്പറേഷൻ ഈ ജില്ലാ ടീം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തിയിരുന്നില്ല ഈ കാലത്തിനിടയ്ക്ക്? നമ്മൾ പരമാവധി പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല മിടുക്കരാണ്, നല്ല പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് നല്ല വെൽ പ്രിപ്പയർഡ് ആണ് എത്തിയിട്ടുള്ളത്. എല്ലായിടത്തും നല്ലൊരു പെർഫോമൻസ് ഇറക്കേണ്ടത് അത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ പകൽ കഴിഞ്ഞു പോകുന്നു, എല്ലാം ഓക്കെയാണ്, എവിടെയും പരാതികളൊന്നുമില്ല, എല്ലാം സെറ്റാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓരോ ദിവസം കൂടുന്നവരും അധികം ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിക്കുന്നതാണ്. അപ്പോ കളക്ടർ ബ്രോ ആണ്, തൃശ്ശൂരിന്റെ കളക്ടർ ബ്രോ. നാളുകളായി എടുത്ത് അദ്ദേഹം അടക്കമുള്ള ടീമിന്റെ ഒരു എഫേർട്ടാണ് ഇവിടെ അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയി കാണുന്നത്. അപ്പൊ അതിനൊരു സന്തോഷം കൂടിയുണ്ട്. ഒരു പാട്ട് പാടിക്കാനുള്ള ശ്രമം ദയനീയമായി പല ആളുകൾ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പല മാധ്യമങ്ങളും ചാനലുകളും അദ്ദേഹത്തെ ഒന്ന് പാടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. ശ്രമിച്ചു, പക്ഷെ വരട്ടെ, 2 ദിവസം 3 ദിവസങ്ങളുണ്ടല്ലോ, നമ്മൾ പാടിപ്പിച്ചിട്ടേ പോവുള്ളൂ.